നോക്കാൻ പോവാം എങ്ങനെയാണ് രണ്ട് പോളിനോമിയൽസിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, പി ഓഫ് എക്സ് ഇവർ തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സ് ഇവർ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഡിവൈഡ് പി ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാം ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, അതായത് ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ആൻഡ് ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ഇറ്റ്സ് എ ലീനിയർ പോളിനോമിയൽ. അപ്പം നമ്മൾ മുമ്പേ ഒക്കെ ചെയ്ത പോലെ ഡയറക്റ്റ് ആയിട്ട് ഓരോ ടേംസിനെ 1+x എന്ന് എഴുതി നമുക്ക് ഡിവൈഡ് ചെയ്ത ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. സോ ഇത് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ഒരു രീതിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. ആക്ച്വലി നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ഡിവിഷൻ പഠിച്ച ആ സെയിം മെത്തേഡ് തന്നെ നമ്മൾ പോളിനോമിയൽസിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാം. അതായത് ഇപ്പം എനിക്ക് 5/2 ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് വാട്ട് ആം ഐ ഗോയിങ് ടു ഡു, 5/2 ചെയ്യുമ്പം ഐ എം ഗോയിങ് ടു തിങ്ക് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5 വരുന്നുണ്ടോ എന്ന് ആദ്യം ഓർക്കും. ഇല്ല, 5 വരുന്നില്ല. സോ എന്ത് ചെയ്യും, 5ന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന 5നേക്കാളും കുറഞ്ഞ നമ്പർ ഏതാണ് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതെന്ന് നോക്കും, വിച്ച് ഇസ് 4. സോ 2 × 2 ആണ് നമുക്ക് 4 എന്ന് കിട്ടുന്നത്. സോ ഐ റൈറ്റ് ദാറ്റ് 2 ഹിയർ ആൻഡ് ആ 2 മൾട്ടിപ്ലൈഡ് ബൈ 2ന്റെ ആൻസർ ആണ് 4. അതാണ് നമ്മളിവിടെ എഴുതുന്നത്. ആൻഡ് ദെൻ വി സബ്ട്രാക്ട് ആൻഡ് വി ഗെറ്റ് ആൻസർ ആസ് 1. സോ ഇതിനകത്ത് നമ്മളുടെ ഡിവിഡൻഡ് 5 ആണ്, ഡിവൈസർ 2 ആണ്, കോഷ്യന്റ് 2 ആണ്, റിമൈൻഡർ 1 ആണ്. ഈ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മൾ ഡിവിഷൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഈ സെയിം രീതി തന്നെയാണ്, ഈ സെയിം തിങ്കിങ് തന്നെയാണ് നമ്മൾ പോളിനോമിയൽസ് ഡിവൈഡ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട്സ് ദ സ്റ്റെപ്പ് ഫോർ ദാറ്റ്. ഇത് നമ്മൾ ചെയ്യുമ്പം ആദ്യത്തെ ബേസിക് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പ് ഇസ് ദാറ്റ് നമ്മൾ ഈ പി ഓഫ് എക്സിനെയും ജി ഓഫ് എക്സിനെയും റീഅറേഞ്ച് ചെയ്യണം, അതിൻ്റെ ടേംസിനെ റീഅറേഞ്ച് ചെയ്യണം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മളുടെ ഓരോ ടേംസിൻ്റെയും ഡിഗ്രി ഉണ്ടല്ലോ, ആ ഡിഗ്രിയുടെ ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ ബിഗ് ടു സ്മോൾ. സോ ഫസ്റ്റ് ടേമിൻ്റെ ഡിഗ്രി എത്രയാ? 1. സെക്കൻഡ് ടേമിൻ്റെ ഡിഗ്രി 2. തേർഡ് ടേമിൻ്റെ ഡിഗ്രി 0. ഇതിനകത്ത് ഫസ്റ്റ് ടേമിൻ്റെ ഡിഗ്രി 0, സെക്കൻഡ് ടേമിൻ്റെ ഡിഗ്രി 1. ഇനി അപ്പം 1, 2, 0 ഏതാണ്? ഗ്രേറ്റർ 2 അല്ലേ? സോ അതാദ്യം നമ്മൾ എഴുതണം. വി ക്യാൻ റീഅറേഞ്ച് ദിസ് ആസ് 3x², പിന്നെ അടുത്ത 1 വരുന്നല്ലേ, പ്ലസ് എക്സ്, അടുത്ത 0, -1. ഇവിടെ ആണെങ്കിലും നമ്മുടെ ഗ്രേറ്റർ എക്സ് ആയതുകൊണ്ട് സോ ദിസ് ഇസ് റീഅറേഞ്ച്ഡ് ആസ് x+1. നമ്മൾ ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോട്ട് കൊണ്ടുവരാനായിട്ടാണ്. ഇങ്ങനെ നമ്മൾക്ക് ചെയ്താലേ നമുക്ക് ഡിവിഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കുറേ കൺഫ്യൂഷൻസ് വരും. സോ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഡിഗ്രീസിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ ബിഗ് ടു സ്മോൾ ഓർഡറിൽ നമ്മൾ ടേംസിനെ ആദ്യം റീഅറേഞ്ച് ചെയ്യണം. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഡിവിഷൻ ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ ലൈൻ വരച്ചിട്ട് we write the p of x, അതായത് ഡിവിഡൻഡിനെ അകത്ത് എഴുതും, which is 3x² plus x minus 1. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് എന്താ എഴുതുന്നത്? പുറത്ത് നമ്മൾ x+1 എന്ന് എഴുതും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ അകത്ത് എഴുതിയിരിക്കുന്ന നമ്മളുടെ ഡിവിഡൻഡ് ഫസ്റ്റ് ടേമിനെയും കൺസിഡർ ചെയ്യണം, നമ്മളുടെ പുറത്ത് എഴുതിയിരിക്കുന്ന ഡിവൈസറിൻ്റെ ഫസ്റ്റ് ടേമിനെയും കൺസിഡർ ചെയ്യണം. എന്നിട്ട് ഞാൻ അപ്പം ഇത് ടേം 3x²ഉം ഇതിൻ്റെ ടേം x ഉം. ഞാൻ ഇനി ചിന്തിക്കാൻ പോകുന്ന കാര്യം മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അകത്ത് 5ഉം പുറത്ത് 2 എഴുതിയപ്പോൾ നമ്മൾ ഓർത്ത് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഏതാണ് 5നോട് ഏറ്റവും അടുത്ത് കുറഞ്ഞ നമ്പർ ഏതാണ് നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമുക്ക് കിട്ടും 4. എന്നിട്ട് 2 × 2 ആണ് 4. എന്നിട്ട് നമ്മൾ ആ 2 × 2നെ ഇവിടെ എഴുതും, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ 4 ഇവിടെ എഴുതിയിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമായിരുന്നു. ആ സെയിം സാധനം തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ പക്ഷെ ഇവിടെ ചിന്തിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പുറത്ത് എക്സ് ഉണ്ടല്ലോ, ഈ എക്സിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് ആൻസർ 3x² എന്ന് കിട്ടുന്നത്? ഈ എക്സിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് 3x² ആൻസർ കിട്ടുന്നതെന്ന് ചിന്തിക്കണം. സോ അത് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 3x² ഡിവൈഡഡ് ബൈ എക്സ് ചെയ്താലും മതി. അപ്പം നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുന്നത്? 3x എന്നല്ല കിട്ടുന്നത്. അത് തന്നെയാണ് ഇവിടെ ആൻസർ, 3x ആണ്. സോ ഈ എക്സിൻ്റെ കൂടെ 3xനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 3x² കിട്ടും. ഈ 3x² ഉണ്ടല്ലോ, ഈ 3x ഉണ്ടല്ലോ, എക്സിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 3x² കിട്ടുന്നതെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ ഈ 3xനെയാണ് നമ്മൾ ഈ മുകളിൽ ഇനി എഴുതാൻ പോകുന്നത്. സോ അത് എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ഈ ടേം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് 0 ആയിട്ട് കിട്ടത്തുള്ളൂ. സോ ഇവിടെ ഞാൻ
എക്സിന്റെ കൂടെ 3x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3x² കിട്ടും. സോ ഇവിടെ ഞാൻ 3x എഴുതി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ 3x വെച്ച് ഈ ഫുൾ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമ്മളുടെ ഈ 3x ഉണ്ടല്ലോ, 3x വെച്ച് നമുക്ക് x+1 മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഞാൻ പറഞ്ഞായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന ആദ്യത്തെ ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടേമിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3x² കിട്ടും, പ്ലസ് 3x × 1 3x കിട്ടും. സോ ഇതാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. അത് നമ്മൾ ഇനി ഇങ്ങോട്ട് എഴുതും. സോ 3x × x 3x², 3x × 1 പ്ലസ് 3x. ഇപ്പൊ ഈ കിട്ടിയേക്കുന്ന ഫോമിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. മുകളിലത്തെ ഫോം വെച്ചിട്ട് നമ്മൾ താഴത്തെ ഫോമിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3x² - 3x², 0 ആകും. x - 3x, x - 3x, ഇതിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലേ? സോ നിങ്ങൾ 1 - 3 ചെയ്യുന്ന പോലെ കൺസിഡർ ചെയ്താൽ മതി. 1 - 3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? -2 കിട്ടും. ഇവിടെ രണ്ടിടത്തും x ആയതുകൊണ്ട് ഇത് -2x ആകും. സോ ഇത് -2x. ഇനി ഈ -1 ഇവിടെ ചുമ്മാ എടുക്കുമല്ലായിരുന്നു, ഇതിൻ്റെ കൂടെ ഒരു ടേമും ഇല്ലായിരുന്നല്ലോ, അതിനെ നമ്മൾ അങ്ങനെ തന്നെ താഴോട്ട് കൊണ്ടുവരും. സോ ഇത് -1 ആകും. സോ ഇപ്പൊ ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എക്സ്പ്രഷൻ -2x - 1 എന്നുള്ളതാണ്. സോ നൗ വാട്ട് ഐ ഹാവ് ടു തിങ്ക്, അതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. എൻ്റെ ഫസ്റ്റ് ടേം എന്താ? -2x. ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താ? x. ഞാൻ ഇനി ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് -2x എന്ന് കിട്ടുന്നത്? എക്സിന്റെ കൂടെ -2 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? -2 × x ചെയ്താൽ നമുക്ക് -2x കിട്ടും. സോ ഇവിടെ ഞാൻ ഇനി അടുത്ത് എഴുതാൻ പോകുന്ന നമ്പറാണ്, നമ്മൾ മുകളിൽ എഴുതാൻ പോകുന്ന നമ്പറാണ് -2. ഈ -2, ഓക്കെ, ഈ -2 മുകളിൽ എഴുതും. ഇനി ഇത് മുകളിൽ എഴുതി കഴിഞ്ഞതോടെ ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? വി ഹാവ് ടു മൾട്ടിപ്ലൈ ദ -2 വിത്ത് ദിസ് ഹോൾ ടേം x+1. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് എന്ത് ആൻസർ കിട്ടും? -2 × x -2x, -2 × 1 -2. ഈ ഒരു ആൻസർ കിട്ടുമല്ലോ. ആ ആൻസറിനെ നമ്മൾ ഇങ്ങോട്ട് നേരെ എഴുതും, -2x -2. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് ടേംസിനെ തമ്മിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും നോക്കാവേ. -2x -2x, ഇത് പോസിറ്റീവ് ആകും, ഇതും പ്ലസ് സൈൻ ആകും, നമുക്ക് ഇതിന്റെ ആൻസർ 0 എന്ന് കിട്ടും. സോ ദിസ് ഇസ് 0. ഇനി -1 -2, ഇത് പോസിറ്റീവ് ആകും, ഇതും പോസിറ്റീവ് ആകും, -1 and +2 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും +1. ഇനി ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനായിട്ടില്ല, കാരണം ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന ഈ പോളിനോമിയൽ കോൺസ്റ്റന്റ് പോളിനോമിയലാണ്. ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറവാണല്ലോ. ഈ ഒരു ടേമില് ഈ ഒരു എക്സ്പ്രഷന്റെ ഡിഗ്രി എന്ന് വെച്ചാൽ 1 ആയിരുന്നു അല്ലെ? x 1 ഇത് 0 ആയതുകൊണ്ട് ഡിഗ്രി 1 ആയിരുന്നു. അപ്പം ഇതിന്റെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്മുടെ ഡിവൈസറിന്റെയും നമുക്ക് കിട്ടിയേക്കുന്ന എക്സ്പ്രഷന്റെയും ഡിഗ്രി സെയിം ആയതുകൊണ്ടാണ് നമ്മൾ ഡിവിഷൻ പിന്നെയും കണ്ടിന്യൂ ചെയ്തത്. എപ്പോഴാണോ നമ്മളുടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുന്ന എക്സ്പ്രഷന്റെ ഡിഗ്രി ലെസ് ദാൻ ദ ഡിവൈസർ ആവുന്നത്, ഇതിനകത്ത് നോക്ക് 1 എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഗ്രി എത്രയാ? 0 അല്ലേ? ഇതിന്റെ ഡിഗ്രി 1. സോ നൗ 1 is greater than 0. നമുക്ക് ഈ കിട്ടുന്ന ഫൈനൽ കിട്ടുന്ന എക്സ്പ്രഷൻ ഈ ഡിവൈസറിനെക്കാളും ചെറിയ ഡിഗ്രി ആകുന്നത് എപ്പോഴാണോ അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് നമ്മൾ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യും. സോ ഇവിടെ കൊണ്ട് നമ്മുടെ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുവാണ് നമ്മൾ. അപ്പം ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നോക്കിയാൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഡിവിഡൻഡ് എന്തായിരുന്നു? 3x² + x - 1. നമ്മളുടെ ഡിവൈസർ എന്തായിരുന്നു? x+1. നമ്മളുടെ കോഷ്യന്റ് എന്താണ്? 3x - 2. ആൻഡ് നമ്മളുടെ റിമൈൻഡർ എന്താണ്? 1. സോ ഇതാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ കിട്ടുന്നത്. ഇത്രയുമേ ഉള്ളൂ നമ്മളുടെ സ്റ്റെപ്സ്. ശരിക്കും പറഞ്ഞാൽ ഈസിയാണ്. നിങ്ങൾ ഇങ്ങനത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലിയർ. നമ്മളിപ്പം ചെയ്ത ഡിവിഷൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ജനറലി p(x) ഉം g(x) ഉം രണ്ട് പോളിനോമിയൽസ് ആണെന്ന് വിചാരിക്കാം. They are two polynomials such that അതിനൊരു കണ്ടീഷൻ ഉണ്ട്. Degree of p(x) should be greater than or equal to degree of g(x) and also g(x) should not be equal to 0. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ p(x) നെയാണ് നമ്മൾ അകത്ത് എഴുതി ഡിവൈഡ് ചെയ്യുന്നത്.
ജി ഓഫ് എക്സിനെയാണ് നമ്മൾ പുറത്ത് എഴുതുന്നത്. അപ്പം ഇതിന്റെ ഡിഗ്രി വലുതാണെങ്കിലോ അല്ലെങ്കിൽ ജി ഓഫ് എക്സിന് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പോളിനോമിയൽസിന്റെ കേസിൽ. അല്ലെങ്കിൽ അതൊരു ഇപ്പം നോക്ക് 5/2 ആണെങ്കിൽ അല്ലേ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ 2 ഇവിടെ 4 വന്നിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് റിമൈൻഡർ 1 കിട്ടുന്നത്. പക്ഷെ 2/5 ആയിരുന്നെങ്കിൽ നമ്മൾ പിന്നെ അത് ഡെസിമൽ ഫോമാറ്റിലോട്ട് പോകത്തില്ല, 0.4 എന്ന് വരത്തില്ലേ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ 2/5 നമ്മൾ ഡെസിമൽ ആക്കുന്ന ഫ്രാക്ഷൻ ആയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ തന്നെയല്ലേ വരത്തുള്ളൂ, 2/5 തന്നെയല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഒരു കേസ് ഉള്ളതുകൊണ്ട് ഗ്രേറ്റർ നമ്പർ അകത്ത് വരുന്നതിനകത്താണ് നമുക്ക് ഈ റിമൈൻഡർ ഒക്കെ വന്നിട്ട് ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോളിനോമിയൽസിന്റെ കാര്യത്തിലും പറയും പി ഓഫ് എക്സിന്റെ ഡിഗ്രി, അതായത് ഇപ്പം ഇത് x³ ആണെങ്കിൽ അതിന്റെ ഡിഗ്രി 3 അല്ലേ. ഇത് നമ്മൾ മുമ്പ് നോക്കിയ കേസിനകത്ത് ഇത് x+1 ആയിരുന്നു, അപ്പൊ ഇതിന്റെ ഡിഗ്രി 1 ആയിരുന്നു. അപ്പം നമ്മൾ നേരത്തെ നോക്കിയ കേസിനകത്ത് പി ഓഫ് എക്സിന്റെ ഡിഗ്രി വാസ് ഗ്രേറ്റർ ദാൻ ദ ജി ഓഫ് എക്സിന്റെ ഡിഗ്രീനെക്കാളും ഗ്രേറ്റർ ആയിരുന്നു. അപ്പം നമ്മൾ എടുക്കുന്ന പി ഓഫ് എക്സും ജി ഓഫ് എക്സും നമ്മൾ എടുക്കുന്ന രണ്ട് പോളിനോമിയൽ ഷുഡ് ബി സച്ച് ദാറ്റ് ഈ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ജി ഓഫ് എക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഇവിടെ ഒരു ഡിഗ്രി 1ന്റെ ഒരു പോളിനോമിയൽ ആണെങ്കിൽ അകത്ത് ഡിഗ്രി 1ന്റെ പോളിനോമിയൽ ആകാം, 2ന്റെ ആകാം, 3ന്റെ ആകാം, അങ്ങനെ മുകളിലോട്ട് ഏതിന്റെ ആകാം. പക്ഷെ ഒരു കോൺസ്റ്റന്റ് നമ്പർ, അതായത് 0 ഡിഗ്രി വരുന്നത് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പുറത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആണ്. സോ അതുകൊണ്ട് ദ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്, ആൻഡ് ഓൾസോ ജി ഓഫ് എക്സ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. കാരണം നമ്മൾ 0 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ നോട്ട് ഡിഫൈൻഡ് എന്നല്ലേ യൂഷ്വലി എഴുതാറുള്ളത്. അതായത് ഇനി നമ്പർ ഇപ്പോൾ 5/0 ആണെങ്കിൽ നമ്മൾ അതിന്റെ ആൻസർ നോട്ട് ഡിഫൈൻഡ് എന്നായിരുന്നു, നമ്മൾ അത് ഇതുവരെയായിട്ടും ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ജി ഓഫ് എക്സിന്റെ വാല്യൂ 0 ആകാൻ പാടില്ല. ദെൻ വി ഫൈൻഡ് ദ പോളിനോമിയൽസ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫൈൻഡ് ചെയ്യുന്ന പോളിനോമിയൽസ് ക്യൂ ഓഫ് എക്സും ആർ ഓഫ് എക്സും സച്ച് ദാറ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. ഞാൻ ഈ ഫോർമാറ്റിനെ കുറിച്ചാണ് മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഡിവിഡൻറ്റ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. നമ്മളുടെ ഈ ഇങ്ങനെ എഴുതുന്ന ഫോർമാറ്റിനകത്ത് അകത്ത് എഴുതുന്നതാണ് ഡിവിഡൻറ്റ്, പുറത്ത് എഴുതുന്നത് ഡിവൈസർ, മുകളിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നത് കോഷ്യന്റ്, ആൻഡ് താഴെ ഏറ്റവും നമ്മളെല്ലാം ഇതും കഴിഞ്ഞിട്ട് താഴെ ഫൈനൽ ആൻസർ പോലെ വരുന്നതാണ് നമ്മളുടെ റിമൈൻഡർ. സോ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇതിനകത്ത് ആർ ഓഫ് എക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതായത് റിമൈൻഡറിന് 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞതിന് മുമ്പ് നമ്മൾ എപ്പോഴാണ് ഡിവൈഡ് ചെയ്യുന്നത് നിർത്തേണ്ടതെന്ന്. റിമൈൻഡർ ഒന്നെങ്കിൽ ഈക്വൽ ടു 0 ആകാം. എപ്പോഴാണ് റിമൈൻഡർ ഈക്വൽ ടു 0 ആകും? നമ്മൾ കറക്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഡിവിഡൻറ്റിനെ ഡിവൈസറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതായത് ഈ ഡിവൈസറിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് ഡിവിഡൻറ്റ് എന്നുണ്ടെങ്കിലാണ് നമ്മുടെ റിമൈൻഡർ 0 ആണ്. അതായത് ഇപ്പം ഇവിടെ 5/2 അല്ലാതെ 5/4 ആയിരുന്നു നോക്ക്. അങ്ങനെയാണെങ്കിൽ 4 എപ്പോഴാണ് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നത് 2 ടൈംസ് ആവുമ്പോൾ. സോ -4 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടും. എന്ന് വെച്ചാൽ കറക്റ്റ് 2ന്റെ മൾട്ടിപ്പിൾ അകത്ത് വന്നതുകൊണ്ടാണ് റിമൈൻഡർ 0 ആയത്. സോ നമുക്ക് റിമൈൻഡറിന് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ റിമൈൻഡർ ക്യാൻ ബി ഈക്വൽ ടു 0, അല്ലെങ്കിൽ റിമൈൻഡർ ഇസ് നോട്ട് ഈക്വൽ ടു 0. പക്ഷേ പോളിനോമിയലിന്റെ കാര്യത്തിലെ കണ്ടീഷനാണ്. പക്ഷേ ഈ റിമൈൻഡറിന്റെ ഡിഗ്രി ഷുഡ് ബി ലെസ് ദാൻ ദ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. ഈ ഡിവൈസറിന്റെ ഡിഗ്രീനെക്കാളും കുറവായിരിക്കണം. എന്ന് വെച്ചാൽ അത് ഈക്വൽ ആവാൻ പാടില്ല. കറക്റ്റ് ആ നമ്മുടെ ഡിവൈസറിന്റെ ഡിഗ്രി, ഇപ്പം ഡിവൈസറിന്റെ ഡിഗ്രി ഈ കേസിൽ 1 ആയിരുന്നു. അപ്പം നമ്മളുടെ റിമൈൻഡർ 1നെക്കാളും കുറവ് ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ അതൊരു കോൺസ്റ്റന്റ് പോളിനോമിയൽ, അല്ലെങ്കിൽ അതൊരു 0 പോളിനോമിയൽ പോട്ടെ, അതൊരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആയിരിക്കണം. അതിന്റെ ഡിഗ്രി 0 ആയിരിക്കണം. അതാണ് നമ്മളുടെ ഈ ഒരു കണ്ടീഷൻ പറഞ്ഞത്. ഒന്നെങ്കിൽ ആർ ഓഫ് എക്സിന്റെ വാല്യൂ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ദ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. ഇതിനകത്ത് ക്യൂ ഓഫ് എക്സ് ആണ് നമ്മുടെ കോഷ്യന്റ് ആൻഡ് ആർ ഓഫ് എക്സ് ആണ് നമ്മുടെ റിമൈൻഡർ ഈ ഒരു ഇക്വേഷനകത്ത്. സോ ദിസ് ഇസ് ദ ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് വാട്ട് വി ഡിഡ്. നമ്മൾ ആ ഡിവിഷനകത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഒരു ജനറൽ റെപ്രസെന്റേഷൻ പോളിനോമിയൽസ് ഈ ഒരു ഫോർമാറ്റിൽ വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഇപ്പം ഡിസ്കസ് ചെയ്തത്. സോറി, ഇവിടെ കറണ്ട് പോയി. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മളുടെ ആ ടോപ്പിക് തീർന്നു. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്താണ്, ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. So I hope you understood this. Practice more questions based on this. Practice many questions. കാരണം എന്നാലും നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ
കയ്യിൽ അത് നിൽക്കത്തുള്ളൂ. സോ പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്. Hope you meet in the next class. Till then, bye.